നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എൻ്റെ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 വേറെ പറ. വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എൻ്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ ഞാനായതുകൊണ്ട്. ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി. ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി. ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിന് ശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദമായ പഠനം, അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും. ഇത് രണ്ടാണ്. അന്വേഷണമാണ്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ്, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിൻ്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം ആ പോർട്ടിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ കമ്പനിയുടെ ഷെയറുകൾ 49% MSC എന്ന് പറയുന്ന കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള മുൻകൂർ അനുമതി വാങ്ങിക്കണം എന്നുള്ള കത്ത് കിട്ടിയത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും ഇത് പരിശോധിക്കാൻ ഇതിൻ്റെ കൺസെഷൻ എഗ്രിമെൻറ്റും കേരളത്തിൻ്റെ താല്പര്യങ്ങളും പരിശോധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശം നൽകാൻ ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള എംപവേർഡ് കമ്മിറ്റിക്ക് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനം വീണ്ടും മന്ത്രിസഭ അത് പരിശോധിക്കും. കേരളത്തിൻ്റെ ഒരു താല്പര്യവും ബലീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ എടുക്കില്ല എന്ന തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സുപ്രീം കോടതിയിലെ സീനിയർ സ്റ്റാൻഡിംഗ് കോൺസൽമാരെയും ഹൈക്കോടതിയിലേക്കുള്ള കുറച്ചുകൂടി സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരെയും സീനിയർ ഗവൺമെൻറ് പ്ലീഡർമാരെയും നിയമിച്ചിട്ടുണ്ട്. 100 ദിവസത്തെ പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും CS-ൻ്റെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും ഒരു പ്രോഗ്രാം മാനേജ്മെൻറ്റ് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100 ദിവസത്തേക്കുള്ള പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ 19 മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ അത് സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ആ പദ്ധതി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഓപ്പൺ പോർട്ടൽ, അതായത് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും പരിശോധിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഓപ്പൺ പോർട്ടൽ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും 100 ദിവസത്തെ പദ്ധതികൾ, അതിൻ്റെ പുരോഗതി. അപ്പോൾ അത് അവിടെ കളർ കോഡാണ് കൊടുത്തിരിക്കുന്നത്.
പൂർണ്ണമായി 80% മീതെ പൂർത്തിയാക്കിയാൽ ഗ്രീൻ കളറാണ്. 50-നും 70-നും ഇടയ്ക്ക് പൂർത്തിയാക്കിയാൽ ആംബറാണ്, ഓറഞ്ച് കളറാണ്. തുടങ്ങിയിട്ടില്ല പരിപാടി, കാര്യമായിട്ട് ഒന്നും പോകുന്നില്ലെങ്കിൽ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടാണ് 100 ഡേയ്സ് പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. ആ പ്രോജക്റ്റുകൾ വിശദമായി വിലയിരുത്തി ഓരോ പ്രോജക്റ്റുകളും അത് നടപ്പാക്കുന്നതിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അതൊരു പരീക്ഷണം പോലെയാണ്. ഏറ്റവും ഭംഗിയായി ഫോളോ അപ്പ് ചെയ്ത് ഏറ്റവും കൃത്യമായി 100 ദിവസത്തിനുള്ളിൽ ഈ പദ്ധതികൾ മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും മാധ്യമങ്ങൾക്കും അതിൻ്റെ പീരിയോഡിക്കലായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാനും എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നടക്കുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരു സംസ്ഥാനത്ത് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടി ഒരു ഒബ്സർവേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഒബ്സർവേഷൻ വേണ്ട സ്ഥലത്ത് നിങ്ങളുടെ കൂടി ഒരു നിരീക്ഷണം വെച്ചുകൊണ്ടുള്ളതായിരിക്കും ഈ 100 ഡേയ്സ് പ്രോജക്റ്റ്. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുള്ളത്. അല്ല, ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ KS പരീക്ഷയെപ്പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്, ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ മാർക്ക് അറിയാൻ പാടില്ല ഇൻ്റർവ്യൂ നടത്തുന്നവർ. പക്ഷേ ഇവിടെ പല ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ, മാർക്ക് കുറഞ്ഞവരെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളതെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അല്ലല്ല, അത് നോക്കും, പരിശോധിക്കും. അല്ല, അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പ് അതിൻ്റെ പരാതികളുടെ ഗൗരവം അനുസരിച്ചുള്ള തീരുമാനമെടുക്കും. ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അവരുടെ വിവേചനാധികാരമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ. അതെല്ലാം അവർ നിശ്ചയിക്കും, ആഭ്യന്തര വകുപ്പ്. അടുത്ത ഈ ചോദ്യം, തീർച്ചയായിട്ടും. അല്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി PSCക്ക് വന്നിട്ടില്ല. PSC വെച്ചാൽ എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും, അത് അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വകുപ്പ് ഇങ്ങനെ ഒരുപാട് വകുപ്പുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇത് അഴിമതിയിലേക്ക് നയിക്കാനുള്ള തുടക്കമാണെന്നാണ് പറയുന്നത്. 2-3 ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചോ, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചോ, 2, 3, 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? അത് പറഞ്ഞല്ലോ, അത് അന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം 5 മണിക്ക്. അല്ല, ചോദിക്കണം, ഇത് ചോദിക്കണം. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചു. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ല, അത് ഇനി
പാടില്ല എന്നാണ്. ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരു 60% മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. പറഞ്ഞു, റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓഹരി കൈമാറ്റം നടന്നു എന്ന്. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഗവൺമെൻറ്റാണ് ഓണർ. ആ അതോറിറ്റി, അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് കൺസെഷൻ എഗ്രിമെൻറ്റിലെ 5(3)(1) വളരെ ക്ലിയറാണ്. പ്രിയോർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ്. ഞങ്ങൾ ഈ നിയമസഭയിൽ ആ നിയമസഭ കൂടി അന്ന് വാർത്ത വരുമ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വെറുതെയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയാമെങ്കിൽ ഞാൻ പറയും എനിക്കറിയാം, പക്ഷേ അവരുടെ ലെറ്റർ വന്നിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞാൽ പോരെ. എനിക്കറിയാം ഇവരിങ്ങനെ നടപടി നടക്കുന്നത്, എനിക്കറിയാം. പക്ഷേ അവർ മുൻകൂർ അപ്രൂവലിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കത്ത് തന്നിട്ടില്ല. കത്ത് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. പിന്നെ വന്ന ആരോപണങ്ങൾ മുഴുവൻ എന്താണ്? ഇത് മുഴുവൻ നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായത് മെയ് 18-ാം തീയതിയല്ലേ. ഞാനെങ്ങനെ നേരത്തെ അറിയുന്നത്? പക്ഷെ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 വർഷമായി ഈ വിവാദം വന്നതിന് ശേഷം ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. ആണല്ലോ. ജൂൺ 11-ാം തീയതി ഞങ്ങളുടെ MD അവിടെ രാജായി. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത, വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ട് മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇത് 2025 MSC കമ്പനി നടത്തി, LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇനി ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത, വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം, MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഇത് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഞാനിത് കുറേ ദിവസം ആസ്വദിക്കരുത്. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് കിട്ടിയ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക് അവര് സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രയോർ അപ്രൂവലിന് കത്ത് തന്നു.
അവിടെ കത്ത് വന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മോണോപോളി വരും. ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് പോലും ഒന്ന് വായിച്ചു നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ചത്. MSC കമ്പനിക്ക് കൊടുത്താൽ MSC കമ്പനിയുടെ മോണോപോളി വരും, കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാവും, അവിടെ വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല എന്ന് പറയും. ഞാൻ ആ ഉമ്മൻചാണ്ടിക്കും കെ ബാബുവിനൊരു സലാം കൂടി കൊടുക്കുകയാണ്, ഒരു സല്യൂട്ട്. അവരെ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാക്കിയ ഗവൺമെൻറ് ഇടപെടാൻ പറ്റും. 581 എഴുതി വെച്ചിട്ടുണ്ട് കോമൺ യൂസർ ഫെസിലിറ്റി വേണം, ഒരാളുടെ മോണോപോളി അവിടെ പറ്റില്ല എന്ന്. ഈ ഗവൺമെൻറ് MSCക്ക് ഇത് കൊടുത്താൽ അവിടെ വേറെ ഒരാൾക്ക് ഓപ്പറേഷൻ നടത്താൻ പാടില്ല എന്നാണ് ആരോപണം പറഞ്ഞത്. അത് ഇവർ വന്നാൽ അങ്ങനെ ആവുമെന്ന്. ആ ക്ലോസ് വരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ എഗ്രിമെൻറ്റിൽ. കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ഈ MSC ആയിട്ടുള്ള ചർച്ച നടത്തിയത് അറിയാം. അവർ വന്നാൽ ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഇതാണ്, അവരുടെ വിഷനാണ് MSC വരുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് 24 മണിക്കൂറൊക്കെ മാറ്റി പറഞ്ഞിട്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ, ഞാൻ പറയാറുണ്ടല്ല, ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ല? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇനി? പറഞ്ഞോ, ഏത് സംശയം ചോദിച്ചോളാം. ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ലല്ലോ. കരാർ ലംഘനം ഓഹരി കൈമാറ്റം നടത്തിയാൽ കരാർ ലംഘനമാണ്. അല്ല, ചോദിച്ചോ. ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന്. ഇതാണ് സംഭവം. ദേശാഭിമാനിയാണ്. ഓഹരി കൈമാറ്റം നടത്തിയില്ലെന്ന്. അതാണ് ചോദിച്ചത്. അദ്ദേഹം അദ്ദേഹം ഇതുവരെ വിചാരിച്ചിരുന്നത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. എന്നോടാണ് ചോദ്യം, ഓഹരി കൈമാറ്റം നടന്നില്ല സ്നേഹിത, നടന്നില്ല. നടക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പോകണം. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് പോയിൻ്റാണിത്, അതവർ പരിശോധിക്കണം. മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൽ പോകണം, അവരുടെ ഇത് കിട്ടണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം. ഞങ്ങളുടെ മുമ്പിലുള്ള എന്താണ് കാര്യം? കൺസെഷൻ എഗ്രിമെൻറ്റിൽ അവരുടെ ഷെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ എന്തിനാണ് അപ്രൂവൽ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മളാണ് ഓണർ, നമ്മുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അല്ലാതെയുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ, ഇതിൻ്റെ ട്രാൻസ്ഫറിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ, അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി അവർ പഠിച്ചു വന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാങ്ഷനും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അല്ലല്ല, അവർ ലോകത്തിലെ ഞങ്ങൾ പരിശോധിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ്. അവർ ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവർ കൊളംബോ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അവർക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, നേരിട്ട് MSCക്കല്ല കൊടുത്തിരിക്കുന്നത്. ഇത് ഷെയർ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കൊളംബോയിൽ നടക്കുന്ന ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്, സിംഗപ്പൂർ നടക്കുന്ന ബിസിനസ് നടക്കുന്നുണ്ട്, അത് വിഴിഞ്ഞത്തേക്ക് അത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. കാരണം അവർക്ക് എല്ലാ ഷിപ്പിംഗ് കമ്പനികളുടെയും താല്പര്യം എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയും ഈ റൂട്ടും ട്രാവൽ ചെയ്യുന്നതിനുള്ള കുറവും മദർഷിപ്പുകൾ അടുക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഷിപ്പ് അടുക്കുന്നതിനെ നമ്മളെങ്ങനെ അവരുടെ ഡംപിങ് യാർഡാന്ന് പറയുന്നത്? അവരുടെ ഷിപ്പ് അടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണുള്ള ആ ഒരു വർഷം, ഞങ്ങളുടെ കാലത്തല്ലല്ലോ. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 99% ഷിപ്പും അവരുടെ അടുത്തിരിക്കുന്നത് MSC കമ്പനിയുടെയാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ട് MSC കമ്പനിയുടെ ഷിപ്പ് ഇനി അടുക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കാവോ? നിങ്ങളൊന്ന് ആലോചിക്ക്. നിങ്ങൾ വാർത്ത കൊടുത്തവരൊക്കെ കൂടി ഒന്ന് ആലോചിക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ ഓഹരി കൈമാറ്റം നടത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. ഏത് ഇല്ല, ഞങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ബന്ധപ്പെട്ട് ഉത്തരത്തില് ഈ ജലവായ തുക 3000 ഇതുവരെ സർക്കാർ ചിലവാക്കി 3764 കോടിയാണുള്ളത്. പക്ഷേ ഈ LDF സർക്കാരിന്റെ
പ്രതിനിധികളും മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട് 5500 കോടി സർക്കാർ ലാൻഡിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന തുകയാണ്. ലാൻഡ് പിന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് പിന്നെ 800 ചില്ലാൻ കോടി കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്രമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മൾ ചെലവാക്കിയ തുകയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെ ചെലവാക്കിയിരിക്കുന്ന തുക ഇതിൻ്റെ അകത്ത് മേജർ ഇതെന്ന് വെച്ചാൽ നമ്മളാണ് ഓണർ. ഞാൻ പറയില്ലേ, ഇതൊരു കൺസെഷൻ എഗ്രിമെൻ്റാണ്. അവർ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താനുള്ള കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടി മാത്രമാണ്. അവരുടെ ഷെയറാണ് അതിൻ്റെ അകത്തുനിന്ന് 49 അവർ വേറൊരു കമ്പനിക്ക് അവർ കൊടുക്കുന്നത്. അത് നമ്മുടെ ഓണർഷിപ്പിനെയോ നമ്മളെ ഒന്നും ബാധിക്കില്ല. അവരുമായിട്ട് നമ്മൾ അദാനി പോർട്ടുമായിട്ടാണ് നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റ്. ആ അദാനി പോർട്ടിൻ്റെ ഓണർഷിപ്പിൽ അവരൊരു 49% അവരുടെ ഷെയർ കൊടുക്കുമെന്നാണ്. അപ്പോഴും അദാനി പോർട്ടിന് തന്നെയാണ് അവരുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും മേജർ 51%. ആരോപണങ്ങളെല്ലാം വരുമ്പോഴും ഈ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യം ഈ വകുപ്പുകളെല്ലാം അങ്ങ് കയ്യിൽ വെച്ചുകൊണ്ട് അഴിമതിക്ക് വഴി ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെന്താണ് മറുപടി? അതായത് ഒറ്റ മറുപടിയല്ല, 29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിൻ്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കാനുള്ള ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു IT എടുത്തു വെച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വകുപ്പ് എടുക്കരുതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറേ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്, അല്ലേ? ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിൻ്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവുമ്പോഴാണ് അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എൻ്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ. ഞാനായതുകൊണ്ട് ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. ആര്? അവരെ മാത്രമല്ലല്ലോ മാറ്റിയത്, വേറെ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അവരെ മാത്രം മാറ്റി എന്താ പ്രശ്നം? അവരല്ല, ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? അതൊന്നും ഞാൻ ഡേ ടു ഡേ കാര്യങ്ങളിൽ നോക്കേണ്ട ആളല്ല. അവരെ ആർക്കൊക്കെ എല്ലാ ഗവൺമെൻറ് HODമാരും ഓരോ സ്ഥലത്തിരിക്കേണ്ട ആ ഗവൺമെൻറ് HODമാർ ആർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടെന്ന് അന്വേഷിക്കേണ്ട ജോലിയല്ല അത്. ഞാൻ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആക്ഷേപമൊക്കെ ഇട്ടു. എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. അത് കൊടുക്കും. സഹായം കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം അവരുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ നടത്തും. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എത്തിക്കും. അല്ലല്ലോ, നിങ്ങളിതൊക്കെ ആലോചിച്ചോ? ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ എന്താണ് പറഞ്ഞത്? ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്.
എന്താ കാര്യം വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി CPM ഹാൻഡിലുകൾ. അവരാണ് എൻ്റെ PR മുഴുവൻ നടത്തിയത്. എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഞാൻ അന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം എൻ്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എൻ്റെ കണ്ണൊക്കെ തളിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നതല്ല. Wayanad landslide is very unfortunate. It has happened. Now the government is going to study in detail. A techno-legal study we are going to study, and we will go for the investigation also what happened in what are the reasons behind the accident. Then second thing is that we will check the construction company is there are some conditions from the Environment Department of the central government, whether they are obeying these conditions or not. We will check it. So till then the work is stopped? Yeah, then only the work will start. And as I said yesterday, the Disaster Management Authority chairman in the Wayanad and the Wayanad district collector has issued an order in 20th of last month to remove all this soil stock from there. But unfortunately, these contractors, they have not taken any action to remove the soil. Number two, the PWD minister directed the PWD secretary. And PWD secretary and other engineers went to this place and they checked. They also warned the concerned parties, contractors, to the possibilities for a disaster. Sir, CM വയനാട്ടിൽ അതി പാശൊക്കെ പറഞ്ഞു ഈ കുട്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മീറ്റിംഗ് ചെയ്യുമോ അതോ ഞാനൊന്നും പറയാം, പരിശോധിക്കും, എന്നിട്ടേ വർക്ക് തുടരുള്ളൂ. CM, coming back to Wayanad, so 2 studies you're saying, one to understand what really happened right now, Yeah. and the other basically whether the company has flouted any environmental rules. Yes. Environmental directions from the Environment Department, Central Environment Department, when they have given this clearance, they have directed that more than 50 conditions are there. We have to check that. Yesterday Minister Siddique had said this is a man-made disaster. It was not a natural one. You had also said That was a preliminary report. Anyway, we will check whether there was a landslide. Anyway, this landslide and this stock of soil multiplied the impact of the accidents. Sir, on the compensation and what is the latest on the compensation and what is the latest numbers as far as death or missing people are concerned? 3 persons died and 5 persons are still missing. There are 2 NDRF team, police and fire force are there. They are trying to, now the road is cleared. Even then we were not able to find out the missing persons. ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു, മറ്റ് മന്ത്രിമാരും പറഞ്ഞു. അപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടും അത് അവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം അത് ആ ജില്ലാ ഭരണകൂടത്തിനു കൂടി ഉള്ളതല്ലേ? അവരുടെ ഭാഗത്ത് നിന്നുകൂടി മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. അല്ല, അത് അവർ ആവശ്യപ്പെടുകയും അത്
ഞാനൊരു ചോദ്യത്തിന് മറുപടി അവർ റിപ്പീറ്റ് ചെയ്ത് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് PWD കൂടി ആവശ്യപ്പെട്ടിട്ട് ചെയ്തില്ല. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച ഉണ്ട്, നീക്കം ചെയ്യാത്തതിൽ. അതല്ലേ പരിശോധിക്കുമെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് പ്രതികളെ കണ്ടെത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. ഞാൻ കയറി മുൻകൂട്ടി ആരാണ് കുറ്റക്കാരെന്നൊന്നും പ്രഖ്യാപിക്കാൻ പാടില്ലല്ലോ. ഈ കാലാവസ്ഥ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് ആ മണ്ണ് നീക്കം ചെയ്യാം, അതിനൊരു സ്ഥലം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് 25-ാം തീയതി ചേർന്ന യോഗത്തിലും പരിഗണിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതൊന്നും വേണ്ട, അതൊക്കെ അന്വേഷിക്കട്ടെ. അങ്ങ് എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു, ചർച്ചയില്ല എന്ന അഭിപ്രായം വരുന്നു. കോൺഗ്രസിൽ പല നേതാക്കൾ യു-ടേൺ സർക്കാർ പറയുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നു കേരളത്തിൽ ഭരിക്കുന്നത് BJP ആണ്. അവർക്ക് പോലും ഈ ഓഹരി കൈമാറ്റം അറിയാത്ത പ്രശ്നം. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണ എന്തിനാ? നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ ഇതുപോലത്തെ എന്തെല്ലാം വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു. എന്തെല്ലാം വാർത്തകൾ ഓഹരി കൈമാറ്റം നടത്തിയില്ലേ, സതീശനും ബദാനിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും വന്ന് വൈകുന്നേരം പറയണ്ടല്ലോ. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ. ഈ ഗവൺമെന്റ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിൻ്റെ പുറകെ നടക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയാം. എല്ലാ ദിവസവും അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഓരോരുത്തരെ ഞാൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചുമ്മാ ഇതെല്ലാം എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. ചില ചാനലുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതാരാണ് ഇത്തരം ഗൂഢാലോചനകൾ നടത്തുന്നതെന്നൊക്കെ നന്നായി അറിഞ്ഞ് അത് നന്നായി ആസ്വദിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളീ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ആസ്വദിച്ചിരിക്കുക. ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളോട് ചോദിച്ചത്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്തതെന്ന്. ഒരു മറുപടി ഉണ്ടായില്ലല്ലോ ഒരാൾക്കും. ഇനി വേണമെങ്കിൽ ചെന്നിരുന്നിട്ട് എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാനാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്നും മറുപടി പറ. ഏഷ്യാനെറ്റിന്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ പറയാണ് അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാ. അല്ലല്ല ചോയ്ക്ക് ആരെ ഒരു തീരുമാനം അല്ലല്ല ഞാൻ ഒറ്റയ്ക്കെടുത്ത എൻ്റെ ചോദ്യം അതാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ഏതാ? നിങ്ങൾ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾ CPM അല്ലല്ലോ. CPM നടക്കണ കാര്യം നിങ്ങൾ അന്വേഷിക്കും. നടക്കണ കാര്യം അതൊക്കെ ഇതിനൊക്കെ പ്രോസസ് ഉണ്ടെന്ന് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. തുറമുഖത്തിന്റെ കാര്യത്തില് ഈ മാധ്യമങ്ങളും ഉന്നയിച്ച നേതാക്കളും തലയിൽ മുന്നിട്ട് പോയാൽ മതി. എന്താ ക്ലാരിഫൈ? അല്ല, ഞാൻ ചോദിച്ചല്ലോ, ഈ സർക്കാർ എന്ത് തെറ്റാണ് അക്കാര്യത്തിൽ ചെയ്തത്? നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചാണ്, ഞാൻ അല്ലാത്ത മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒറ്റ ആൾക്ക് മറുപടിയില്ല. ഒരു ചോദ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലോ എൻ്റെ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 ആ വേറെ പറ. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ.
ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ. ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ടു കോടതിയിൽ കൊടുത്തില്ലല്ലോ. അല്ലല്ല, കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതി കൊടുത്തത്. അത് ഹൈക്കോടതിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഗൗരവതരമായൊരു നിയമപ്രശ്നവും കൂടിയുണ്ട്. കാരണം ഈ ആക്ട് അനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ, ഞാൻ ഈ കേസല്ല, ഈ കേസിൽ ഞങ്ങൾ തീരുമാനം എടുത്തു, പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുമതി കൊടുത്തു. പിണറായി സർക്കാർ അത് കൊടുത്തിട്ടുണ്ടായില്ല, ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനെന്തായിരുന്നു ബഹളം? ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് പോലും ഞങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ കൊടുത്ത ഉത്തരവിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ കോടതിയിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാനാ വിളിച്ചു പറഞ്ഞ കോടതിയിൽ കൊടുക്കണ്ടെന്ന്. പ്ലീസ് മിണ്ടായി, ഞാനൊന്ന് സംസാരിച്ച് തീർക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ ഇത് കൊടുത്തു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ, പിന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്, അല്ലേ? ഗവൺമെൻറ്റിനാണ്. ഈ കേസിലല്ല, എല്ലാ കേസുകളിലും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ അത് ടേക്ക് ഓവർ ചെയ്യപ്പെടുന്നുണ്ടോ ജുഡീഷ്യറി എന്നുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങളത് വളരെ ഗൗരവമായിട്ടാണ് അതിനെ കാണുന്നത്. അതാണ്, അല്ലാതെ ഈ കേസിലല്ല പ്രശ്നം. ഈ കേസിൽ ഞങ്ങൾ ഈ കേസിൽ ഞങ്ങൾ എന്താ പറയുക, there is a prima facie case. We have taken a decision to provide prosecution sanction. അത് ക്ലിയർ ആണ്. പക്ഷേ ഭാവിയിൽ പിന്നെ എന്തിനാണ് ഈ ആക്ടിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? എന്നാൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൂടി കോടതി കൊടുത്താൽ പോരെ? ആക്ടിൽ എഴുതിയേക്കുന്ന പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ ഗവൺമെൻറ് അതോറിറ്റിക്കാണ് പവർ. അതോറിറ്റി ഗവൺമെൻറ്റാണ്. ആ പവറാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇനിയുള്ള കേസിൽ ആക്ടിലെ പ്രൊവിഷനാണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ടിലെ പ്രൊവിഷൻ. Dhamma News Channel.